نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من عمل صالحا فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ രോഗാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു വിഷയമായിരുന്നു വസിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വസിയ്യത്തുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കേട്ട അന്ന് മുതൽ ഒരു 2 ദിവസം പോലും, ഒരു രാത്രി പോലും ഞങ്ങളുടെ വസിയ്യത്ത് ഞങ്ങളുടെ തലക്കടിയിൽ എഴുതി വെച്ചിട്ടല്ലാതെ കടന്നുപോയിട്ടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വസിയ്യത്ത് എത്രയാണ് നമുക്ക് അനുവദിക്കപ്പെട്ടത്? നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്ര വസിയ്യത്ത് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട വസിയ്യത്ത് കൊടുക്കേണ്ടവർക്ക് എത്ര വസിയ്യത്ത് എഴുതാം? മാക്സിമം 1/3 എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ തന്നെ പറയുന്നത് വസ്തുലുസു കസീർ, 1/3 തന്നെ അധികമാണ്. എന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസിയ്യത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ 4/1 പിടിച്ചത്. മാത്രമല്ല, വീണ്ടും സഹാബിമാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവരൊക്കെയും 5/1 വസിയ്യത്തിന്റെ വിഷയത്തിൽ സ്വീകരിച്ച കണക്കെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസിനെ മുന്നിൽ വെച്ചിട്ട് പണ്ഡിതന്മാര് പറയുന്നൊരു വാചകമുണ്ട്, ഇതാണ് ഏറ്റവും അഫ്ദൽ. നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മളല്ലാതെ സംരക്ഷിക്കാനില്ലാത്ത പലരുമുണ്ടാകാം. നമ്മുടെ അനന്തര സ്വത്ത് കിട്ടാത്ത നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ബന്ധത്തിലെ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലെ, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, അങ്ങനെ വസിയ്യത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അതിലൊക്കെയും
മാക്സിമം 1/3 നമുക്ക് വസിയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ 4/1, അതിലേറ്റവും അഫ്ദൽ 5/1 മഹാരഥന്മാരായ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നത്. എന്നാൽ തന്റെ സമ്പത്ത് മുഴുവൻ മക്കൾക്കൊന്നും കിട്ടരുത് എന്ന വാശിപ്രകാരം ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യും? ചില സ്ഥാപനങ്ങൾക്ക് വസിയത്ത് ചെയ്യും, സമ്പത്ത് മുഴുവനായിട്ടും സ്ഥലങ്ങൾ മുഴുവനായിട്ടും. അങ്ങനെ ചില ആളുകൾ അങ്ങനെ വസിയത്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ വസിയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ബാത്തിലത്തായ വസിയത്താണ്, അത് മർദൂദത്തായ വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി, അയാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയാളടുത്ത് അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ആ പൈസ കൊണ്ട് അയാൾ എന്താ ചെയ്തെന്നറിയോ? 6 അടിമകളെ മോചിപ്പിച്ചു. 6 അടിമകളെ മോചിപ്പിച്ചു. അങ്ങനെ അടിമകളെ മോചിപ്പിച്ചതിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞ് മക്കളൊക്കെ വന്ന് മയ്യത്തൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വാപ്പാന്റെ സ്വത്തിനെ കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുമ്പോൾ വാപ്പാന്റെ സ്വത്തിലൊന്നും ബാക്കിയില്ല എന്നവരറിഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളെ വാപ്പാന്റെ സ്വത്ത് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? വാപ്പ വസിയത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരിച്ചു പറഞ്ഞ വാചകം എന്താ അറിയോ? നിങ്ങളെ വാപ്പ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ മയ്യത്തിന് ഞാൻ നിസ്കരിക്കുമായിരുന്നില്ല. ഇന്ന് പല മക്കളും കഷ്ടപ്പെടുന്ന എന്തിന്റെ പേരിലാണെന്നറിയോ? ചെറിയ പ്രശ്നങ്ങൾ വീട്ടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും. ചെറിയ പ്രശ്നങ്ങൾ, നമ്മളൊക്കെ മനുഷ്യരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും. വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെ നേരെ തിരിച്ചും പ്രശ്നങ്ങൾ വീടുകളിലൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും തിരുത്തി കൊടുക്കാനും ഗുണദോഷിക്കാനുമുള്ളൊരു നല്ല വിശാലമായ മനസ്സാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. എന്നാൽ എന്റെ മകൾ കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ച് സമ്പത്ത് മുഴുവൻ സ്ഥാപനങ്ങൾക്കും മറ്റുള്ളവർക്കും വസിയത്തായിട്ട് എഴുതി കൊടുക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഒരിക്കലും പാടില്ല എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 6 അടിമകളെയും വിളിച്ചു. 6 അടിമകളെയും വിളിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ? എന്നിട്ട് അവർക്കിടയിൽ നറുക്കിട്ടിട്ട് 2 പേരെ മോചിപ്പിച്ചു. 6 ആളുള്ളത്. 3/1 എന്ന് പറഞ്ഞാൽ 2, 2, 2. അതിൽ 2 ആൾക്കാരെ മോചിപ്പിച്ചു. ബാക്കി 4 ആൾ അടിമകളായിട്ട് തന്നെ തിരിച്ചു കൊടുത്തു. ആ പൈസ എടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വസിയത്ത് ബാത്തിലായ വസിയത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നു. അപ്പൊ വസിയത്തിന്റെ വിഷയത്തിൽ ഈ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വസിയത്തൊരിക്കലും നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു വിഷയമാണ്. ലാ വസിയത ലിവാരിസിൻ, അനന്തരാവകാശികൾക്ക് വസിയത്തില്ല. നമ്മുടെ വാപ്പക്ക് നമുക്ക് വസിയത്ത് പറയാൻ പറ്റൂല. അനന്തരാവകാശ സ്വത്തിന് അർഹതയുള്ള ഒരാൾക്കും വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്, വാപ്പ മരിക്കുന്ന സമയത്ത് ഇന്ന പറമ്പ് എന്നോട് എടുത്തോളാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്, ആ വസിയത്ത് പറ്റൂല. ഇനി മരിക്കുന്നതിന് മുമ്പാണ് വാപ്പ സ്വത്തോഹരി വെക്കുന്നതെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്താണ് വാപ്പ സ്വത്തോഹരി വെക്കുന്നതെങ്കിൽ ആണിനും പെണ്ണിനും തുല്യമായി വീതിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആണിനും പെണ്ണിനും തുല്യമായി വീതിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ മരണശേഷമാണ് സ്വത്ത് വീതം വെക്കുന്നത് എങ്കിൽ, അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്നതെങ്കിൽ അതിന് ശറഈന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവിടെ വീതം വെക്കേണ്ടത് എന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാപ്പാന്റെ വസിയത്ത് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ആ വാപ്പാന്റെ കടം വീട്ടി വാപ്പാന്റെ വസിയത്ത് കൊടുത്തതിന് ശേഷം വാപ്പാന്റെ അനന്തര സ്വത്ത് വീതം വെക്കാവൂ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് രോഗക്കടക്കയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? രോഗിയോട് മറ്റുള്ളവർക്ക് ചില ബാധ്യതകളുണ്ട്. അതിലൊന്നാമത്തെ എന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അവരെ സന്ദർശിക്കണം, അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കണം. ഇന്ന് ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ആർക്കും സമയമില്ല. മനസ്സും ശരീരവും അങ്ങനെ ക്രമീകരിക്കപ്പെട്ടു പോയ ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അവർ ബന്ധങ്ങൾ ചേർക്കുന്നവരാണ്. ഖുർആൻ പറഞ്ഞത് അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ ചേർക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അത്തരമൊരു സന്ദർശനം നടത്തുമ്പോൾ
രോഗസന്ദർശനം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറെ ഗുണങ്ങളുണ്ട്. അതിലേറ്റവും വലിയ ഗുണം എന്താ അറിയോ? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ മഹത്വവും വലിപ്പവും മനസ്സിലാക്കി അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്യുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയും. മാരകമായ ക്യാൻസറിൽ ബാധിച്ച രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ, നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ കാണുമ്പോ, ഇരിക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ കാണുമ്പോ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ കാണുമ്പോ നമുക്ക് ഓർമ്മ വരും, ഇതൊക്കെ തന്ന എന്റെ റബ്ബ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രയാസം ഇല്ലല്ലോ, എനിക്കിതൊക്കെ വളരെ സ്മൂത്തായി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പടച്ചോനെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. മാത്രമല്ല, ഇസ്ലാം സാമൂഹ്യ ബാധ്യതകൾ പഠിപ്പിക്കുന്നിടത്ത് 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് രോഗികളെ സന്ദർശിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമായ മനുഷ്യന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് തന്റെ സഹോദരൻ രോഗിയായി കിടക്കുമ്പോൾ അവനെ സന്ദർശിക്കുക എന്നത്. അതിൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഇദാ ആദ അഖാഹുൽ മുസ്ലിം, തന്റെ സഹോദരനായ മുസ്ലിം സഹോദരനെ അയാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന, അയാൾ സ്വർഗത്തിന്റെ തോട്ടത്തിലായിരിക്കും ഹത്താ യർജിഅ, അയാൾ തിരിച്ചു വരുന്നത് വരെ. അങ്ങനെ നോക്കൂ, ഒരു രോഗ സന്ദർശനം നടത്തുക വഴി നമ്മുടെ സ്വർഗത്തിലാണെന്നാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത്ര പുണ്യമുള്ള കാര്യമാണ് രോഗസന്ദർശനമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ടാമത്തെ ഒരു ഹദീസ് എന്താ അറിയോ? മൻ ആദ മരീലൻ ഔ സാറ അഖല്ലഹു, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ, അതല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തിയാൽ, എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിന്റെ പേരിലാണ്. എനിക്ക് സാമ്പത്തികമായ ആൾ കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ളതാണ്, അയാളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യം വരുമ്പോൾ ഒക്കെ കടം ചോദിക്കാം, അങ്ങനല്ല. അള്ളാഹുവിന്റെ കൂലി കിട്ടണമെന്ന നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടിയാണ് ഒരാൾ രോഗസന്ദർശനം നടത്തുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിളിച്ചു പറയുന്നൊരു മലക്ക് വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? തിബ്ത, നിന്റെ നടത്തം നീ നന്നാക്കി, നീ നല്ലത് ചെയ്തു. വത്വാബ മംശാക്, നിന്റെ നടത്തം നീ നന്നാക്കി. വതബവഅത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിനക്കൊരു വീട് നീ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനെ, തന്റെ സഹപ്രവർത്തകനെ, തന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ, അവർ രോഗം വന്ന് കിടക്കുമ്പോൾ അവരെ സന്ദർശിച്ചാൽ സ്വർഗത്തിലൊരു വീടാണ് നമുക്ക് സമ്മാനമായി നൽകുന്നത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരൊറ്റ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദ മരീലൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ലം യസൽ യഖൂദു ഫിർ റഹ്മ, അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിക്കൊണ്ടേയിരിക്കും. അത്താ യജ്ലിസ്, അവൻ ആ രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കുന്ന. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വഅസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അല്ലാഹുവേ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. എനിക്കെന്നെ നോക്കാൻ പറ്റൂല. നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അല്ലാഹുവേ ഞാൻ ജീവിക്കുന്നത് എന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ പറയുന്നവരാണ്. എങ്കിൽ നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ള പറയാണ്, ഒരു രോഗിയെ സന്ദർശിച്ചാൽ അയാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഖൂദു മുസ്ലിമൻ ഖുദുവതൻ, ഒരാൾ ഒരു പ്രഭാതത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഇല്ലാ വസല്ല അലൈഹി 70,000 മലക്കിൻ, 70,000 മലക്കുകൾ അവന് വൈകുന്നേരം വരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ രാവിലെ രോഗസന്ദർശനം നടത്തിയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകളുടെ പ്രാർത്ഥന തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ ആദഹു വസിയതൻ ഇല്ലാ സല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹ്. ഒരാൾ വൈകുന്നേരമാണ് രോഗസന്ദർശനം നടത്തുന്നതെങ്കിൽ പ്രഭാതം വരെയും 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത നമ്മുടെ കരളിന്റെ കഷ്ടമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലൊരു തോട്ടമുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ആർക്കാണ് ഇന്ന് സമയം? സോഷ്യൽ മീഡിയയിൽ രോഗികളെക്കുറിച്ചും രോഗവിവരങ്ങൾ തിരക്കാൻ ഇതിനൊക്കെ നമ്മൾ ഉഷാറാണ്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ അവനവന്റെ അയൽവാസിയിൽ രോഗം മൂർച്ഛിച്ച് കിടക്കുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. അവിടെ ഒന്ന് കയറി ചെല്ലാൻ,
അവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, അവരെടുത്തൊന്ന് ഇരുന്നിട്ട് കുറച്ചേരം സംസാരിക്കാൻ, മനസ്സിനൊരാശ്വാസം പകരാൻ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും സമയം കണ്ടെത്തുന്നില്ല. നമ്മളാരും സമയം കണ്ടെത്തുന്നില്ല, നമുക്കാർക്കും സമയമില്ല. നമ്മളൊക്കെ അങ്ങനെ കിടക്കുന്ന ഒരു സമയം വരും, അപ്പം നമുക്ക് ഓർമ്മ വരും, അങ്ങനെ ആരെങ്കിലും ഒന്ന് എന്നെ സന്ദർശിച്ചിരുന്നുവെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചില ഘട്ടങ്ങളാണെന്ന് നമ്മൾ മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിചയക്കാരെ മാത്രമല്ല രോഗസന്ദർശനം നടത്തേണ്ടത്. രോഗം കാരണം പുറത്തിറങ്ങാൻ സാധിക്കാത്ത 10,000-കണക്കിന് മനുഷ്യരുണ്ട്. 100-കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുമുണ്ട്. അവരെ നമ്മുടെ രോഗസന്ദർശനം നടത്തണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന്, അന്യ സ്ത്രീ പുരുഷന്മാർ അവർക്ക് ഒരു അന്യ പെണ്ണിന് അന്യ പുരുഷന് രോഗസന്ദർശനം നടത്താം. അതേപോലെ തന്നെ പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും എന്ത് ചെയ്യാം, രോഗസന്ദർശനം നടത്താം. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1, അതുമുൽ ഖുൽവ, ഒറ്റക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. 2, അംനുൽ ഫിത്ന, ഫിത്നയിൽ നിന്ന് നിർഭയത്വം ഉണ്ടായിരിക്കണം. 3-മത്തത് ഹിജാബ് സ്വീകരിച്ചു കൊണ്ടായിരിക്കണം ആ സന്ദർശനം നടത്തേണ്ടത്. ആ സന്ദർശന വേളയിൽ അവർ ഹിജാബ് സ്വീകരിക്കേണ്ടതാണ്. ഈ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണിന് ഒരാണിന് രോഗസന്ദർശനം നടത്താം. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊടുത്തത് ബാബു അയ്യാദത്തിൻ നിസ വരിജ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെയും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെയും രോഗ സന്ദർശനം നടത്തുന്നതിന്റെ വിഷയം പറയുന്ന ബാബ് അധ്യായം എന്നാണ്. അതിൽ പറയുന്നത് അൻസാരികളിൽപ്പെട്ട പള്ളിയിൽ താമസിക്കുന്ന ഒരു അൻസാരിയായ ഒരു പുരുഷനെ മഹാനായ മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ രോഗസന്ദർശനം നടത്തിയിരുന്നു. മാത്രമല്ല, എന്തിന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ബിലാൽ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രോഗസന്ദർശനത്തിൽ ഒരിക്കലും നമ്മളെ സന്ദർശിച്ചവരെ മാത്രമല്ല നമ്മൾ സന്ദർശിക്കേണ്ടത്. പകരത്തിന് പകരാണ് ഇന്ന് ആളുകൾ രോഗസന്ദർശനം നടത്തുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താണ്, അള്ളാഹുവിന്റെ കൂലി കിട്ടും. ഞാൻ രോഗിയായി കിടന്നപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകണം. അതാണ് ഒരു മുസ്ലിം, അതാണ് ഒരു മുസ്ലിമിന്റെ പ്രത്യേകത, അതാണ് ഒരു മുസ്ലിമിന്റെ വ്യതിരിക്തത. അത് നമ്മൾ മനസ്സിലാക്കണം. 2-മത്തെ ഒരു കാര്യം, ഒരിക്കലും രോഗസന്ദർശനം ശല്യമാകരുത്. സമയവും സന്ദർഭവും നോക്കി പൊതുവായ സന്ദർശന മര്യാദകൾ പാലിച്ചുകൊണ്ട് ഏത് രോഗിയും രോഗിയുടെ കൂട്ടിരിപ്പുകാരും ഇവരൊന്ന് പോയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന തരത്തിലുള്ള രോഗസന്ദർശനം ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കണം, വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, ബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം, വലാ തുൻഫിറു, നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ സങ്കടപ്പെടുത്തരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗസന്ദർശന വേളയിൽ നടത്താൻ പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ഒരു പേടിയും പേടിക്കണ്ട, പടച്ചോൻ ഇതൊക്കെ മാറ്റിത്തരും എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സമാശ്വാസമുണ്ട്. അതാണ് നമ്മുടെ വാചകങ്ങളിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ ഈ രോഗം വന്ന് മരിച്ചവരുടെ കണക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കലല്ല. അതോടുകൂടി നിലവിൽ അവർ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് വീണ്ടും വേദനകളിലേക്ക് അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗിയുടെ അടുത്ത് വെച്ച്, ഒരു മയ്യത്തിന്റെ അടുത്ത് വെച്ച് നമ്മൾ പറയേണ്ടത് ഫല്യഖുൽ ഖൈറ, നല്ലത് പറയണം. നല്ലത് പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഔലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന, വേദന കൊണ്ട് പൊളയുന്നവരുടെ കൈകളിൽ, ശരീരത്തിൽ കൈവച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ 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 അല്ലാഹുമ്മ ഇന്നി എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ബിസ്മില്ല പറഞ്ഞ്, അതേപോലെ തന്നെ 7 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ നിരവധി പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാഉക ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫീക
7 പ്രാവശ്യം രോഗിയുടെ അടുത്ത് വെച്ച് നമ്മൾ പറഞ്ഞാൽ അയാളുടെ രോഗം ശിഫ കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എത്ര പ്രാർത്ഥനകൾ. ഇതായിരിക്കണം രോഗ സന്ദർശന വേളകളിൽ നമ്മുടെ നാവിൽ നിന്ന് ആ രോഗിയിലേക്ക് വരേണ്ടത്. അല്ലാതെ രോഗവും രോഗത്തിന്റെ വലിപ്പവും അതിന്റെ മരണത്തിന്റെ കണക്കുമല്ല ഒരിക്കലും ആ രോഗിയോട് സംസാരിക്കേണ്ടത്. നമ്മുടെ സന്ദർശനം അവർക്ക് പ്രയാസമാകരുത്, അവർക്ക് സമാശ്വാസമാകണം. ഇതാണ് രോഗസന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന കാര്യം നമ്മൾ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. രോഗസന്ദർശന വേളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 4-മത്തൊരു കാര്യം, രോഗികൾക്ക് മരുന്നും സഹായങ്ങളുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊരിക്കലും ദോഷകരമല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വാഭാവികമായും ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അവരോട് ഭക്ഷണം കഴിച്ചോ നമ്മൾ ചോദിച്ചെന്ന് വരാം. അവർ പറയും ഇവിടുന്ന് മധുരമൊന്നുമില്ലാത്ത ചായയാണ് തരുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണമൊന്നും തരുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയും. ആ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശമാണ് ഇന്നത് കൊടുക്കരുത് എന്നുള്ളത്. അത് കൊടുത്തിട്ട് അവരെ പ്രയാസപ്പെടുത്തല്ല നമ്മൾ വേണ്ടത്. മറിച്ചെന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, അയാളുടെ മനസ്സിനാണ് ആശ്വാസം പകരേണ്ടത്, മനസ്സിനാണ് ധൈര്യം പകർന്നു കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ള സംസാരങ്ങളും അത്തരത്തിലുള്ള സമീപനങ്ങളുമായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, വല്ലാഹി ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അവനെ അള്ളാഹു സഹായിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ രോഗീനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും. അത് റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗസന്ദർശന വേളയിൽ നന്മ കൽപ്പിക്കാനും തെറ്റ് വിലക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രോഗിയുടെ കൂട്ടിരിപ്പുകാരോ വീട്ടുകാരോ എന്തെങ്കിലും വെറുപ്പ് വിചാരിക്കോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു തിന്മ കണ്ടിട്ട് മിണ്ടാതെ പോരാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു വിശ്വാസിക്ക് അങ്ങനെ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. ദഖല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അല ഇംറഅതിഹി. തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയെ രോഗസന്ദർശനത്തിന് വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നു. ഫറഅ അലൈഹാ ഖിർസം മിനൽ ജംറ. അദ്ദേഹത്തിന് ത്വക്ക് രോഗം ബാധിച്ച് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഊതിക്കെട്ടിയ ഒരു ചരട് ആ സഹോദരിയുടെ ശരീരത്തിലുണ്ടായിരുന്നു, കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫഖതഅഹു ഖതഅൻ അനീഫ. അതെന്ത് ചെയ്തു? മുറിച്ചങ്ങട് മാറ്റി. അത് മുറിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന് ഇതിന്റെ ആവശ്യമില്ല, നമ്മുടെ കുടുംബത്തിന് ഇതിന്റെ ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കാന മിമ്മ ഹഫിൽന അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന റുഖ വതമായിം വതിവല ശിർകുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കാണ്. അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന റുഖ മന്ത്രിച്ചൂത് കെട്ടിയത്, വതമായിം ഐക്കല്ല്, വതിവല ഉറുക്കും ഐക്കല്ലും മേലസും ഇതൊക്കെയുണ്ടല്ലോ, അതെല്ലാം ശിർകുൻ. അത് ശിർക്കാണ്, അത് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അത് 2 രൂപത്തിൽ ശിർക്കാകും. ഒന്ന് ശിർക്കുൻ അക്ബർ, രണ്ടാമത്തത് ശിർക്കുൻ അസ്ഗർ. എന്താണ് ശിർക്കുൻ അക്ബർ? ഇതാണ് എന്റെ രോഗം മാറ്റുന്നത്, ഈ ഐക്കൽ എന്റെ രോഗം മാറ്റും, ഈ ഏലസന്റെ രോഗം മാറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അത് കെട്ടുന്നതെങ്കിൽ അയാൾ ദീനിൽ നിന്ന് പുറത്താണ്. അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വരണം. മറിച്ചെന്താണ് രണ്ടാമതൊരാളുടെ വിശ്വാസം? എന്താണ്? ഈ ഐക്കല്ല് രോഗം മാറാൻ അള്ളാഹ് നിശ്ചയിച്ച ഒരു കാരണമാണ് എന്ന വിശ്വാസത്തിലാണ് അയാൾ കെട്ടുന്നതെങ്കിൽ അയാളിൽ ശിർക്കുൻ അസ്ഗറാണ്, അയാളിൽ ചെറിയ ശിർക്കാണ് സംഭവിക്കുന്നത്. അയാൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും അയാൾ ചെയ്യുന്നത് ഹറാമാണ്, അത് തെറ്റാണ്.
ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റണം? അവിടെ വെച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കാനും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് രോഗികളെ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് സമാശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള രോഗസന്ദർശനം നടത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെ അറിയാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും ഈമാൻ കൊണ്ട് അതിജീവിക്കാനുള്ള കരുത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇസ്ലാമിനോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.